സുപ്പുവേ ഒരു ജാലവിദ്യ കാണിക്കാം കേട്ടോ. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം കേട്ടോ. തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ജാലവിദ്യയൊക്കെ കാണിക്കണം കേട്ടോ. അടിപൊളി കിടക്കോച്ച് റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതേ കൊതുക് വരെ ഈ ഒരു ജാലവിദ്യ കാണാൻ ഇവിടെ റെഡിയായി വന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണണ്ടായോ ആ ജാലവിദ്യ എന്താണെന്ന്? ചെപ്പടി വിദ്യ ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഇനി കഴിക്കുക മാത്രമല്ല, നമുക്ക് ഓറഞ്ചിൻ്റെ നീരും കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ജാലവിദ്യ കാണിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മതി, ഒത്തിരി വേണ്ട. പിന്നെ നമ്മൾ വേറൊരു സാധനവും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പോലെ ആവണ്ട കേട്ടോ, വെള്ളം പോലെ ആവണ്ട. കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ. കുരുവൊക്കെ ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് മതി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും, ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ 2-3 ദിവസമായല്ലോ നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്തിട്ട്. മറന്നുപോകും, നിങ്ങളും മറന്നുപോകും, ഞാനും മറന്നുപോകും. അപ്പോഴേ നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴത്തേന് നല്ല സുന്ദരന്മാരും ആവേണ്ടേ കേട്ടോ. അപ്പോഴേ എന്നും ചെയ്യണം. ഞാൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ചെയ്തോണം വീട്ടിലിരുന്ന് കേട്ടോ. നേരത്തെയൊക്കെ ഓരോ നമ്മുടെ കിടുക്കാച്ചി ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കി എന്നും ചെയ്തോണം കേട്ടോ. മറന്നു പോവരുത്, എന്നെപ്പോലെ പേരും കള്ളിയൊന്നും ആവരുത് കേട്ടോ. അപ്പോഴേ ഇന്ന് നമുക്കൊരു അടിപൊളി കിടുക്കാച്ചി ഒരു പായ്ക്കൊക്കെ ഇടാം കേട്ടോ. എളുപ്പത്തിനുള്ള ഒരു നല്ലൊരു അടിപൊളി പായ്ക്കാണ്. അപ്പോഴേ 3 ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക്. ഇനിയിപ്പോൾ പിന്നെ ഉണക്കൊക്കെ അല്ലേ, എന്താ വെയിലൊക്കെ അല്ലേ, അപ്പോഴേ എല്ലാവരുടെയും വീട്ടിൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് വെക്കും. അപ്പോഴേ ആ ഫ്രൂട്ട്സിലെ ഒരു ഫ്രൂട്ട്സാണല്ലോ ഓറഞ്ച് ഫ്രൂട്ട്സ്. അപ്പോഴേ അല്ലാത്ത സമയത്ത് നമ്മൾ കഴിക്കും. എന്നാലും ഇനിയിപ്പം ദാഹമൊക്കെ അല്ലേ, അപ്പോഴേ ദാഹത്തിന് നല്ലതാണല്ലോ ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഓറഞ്ച് നീര് വേണം, പിന്നെ നമുക്ക് കടലമാവ് വേണം, പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്ലിസറിൻ ചേട്ടനെയും വേണം. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്താണ് ഇന്ന് നമ്മൾ കിടുക്കാച്ചി ഒരു പായ്ക്കൊക്കെ ഉണ്ടാക്കി മുഖത്തിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. കുറച്ച് സാധനം പോരായോ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ എല്ലാ മഹാലക്ഷ്മിമാരും ഈ ഒരു സാധനങ്ങളൊക്കെ എന്തായാലും സുന്ദരന്മാരാവാൻ മഹാലക്ഷ്മിയും മഹാദേവന്മാരും ഒക്കെ ഇത് വാങ്ങിച്ച് വയ്ക്കും. കള്ളന്മാരൊന്നും പറയത്തില്ല കേട്ടോ, എല്ലാം ചെയ്യുന്നുണ്ടാവും കേട്ടോ. എല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ട് നമ്മൾ കടലമാവും റാഗിപ്പൊടിയൊക്കെ വേറെ വാങ്ങിച്ച് വെച്ചേക്കണം. ഇതേപോലെ പായ്ക്കൊക്കെ ഇടാനൊക്കെ കേട്ടോ. അല്ലെങ്കിൽ അടുക്കള ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ ഈ അടിച്ചു മാറ്റി നമ്മൾ എടുക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് 1 സ്പൂണ് കടലമാവ് ഞാൻ ഈ പാക്കറ്റിൽ തന്നെ അങ്ങ് വെച്ചേക്കും കേട്ടോ. 1 സ്പൂണ് കടലമാവ് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞേ, നമുക്ക് നാരങ്ങ നീര് ഒരുപാട് അങ്ങ് എടുത്ത് കളയരുതെന്നല്ല, എടുക്കരുത്. ഒരുപാട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം മാതിരി ആയിപ്പോവും കേട്ടോ. അങ്ങനെ ആവരുത്. പിന്നെ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്ലിസറിൻ ചേട്ടനെയും കൂടെ നമുക്ക് എടുക്കാം കേട്ടോ. എൻ്റെ പുതിയത് ഞാൻ എടുത്തില്ല കേട്ടോ, ഇത് തീർന്നില്ല, തീരാനായി വരുന്നതേ ഉള്ളൂ. 2-3 ദിവസത്തേക്കൊക്കെ കാണും കേട്ടോ. ഇതേ നമുക്ക് ഗ്ലിസറിൻ ചേട്ടനെയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഗ്ലിസറിൻ കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു കിടുക്കാച്ചി ഐറ്റമാണ് ഗ്ലിസറിൻ. അപ്പോഴെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എളുപ്പത്തിനുള്ള ഒരു ബാക്കി വന്ന ഓറഞ്ച് ഈ സുപ്പ് കഴിച്ചോളാം. എല്ലാം കൂടെ എടുത്ത് നമുക്ക് പാക്കിടണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പായ്ക്ക് ഉണ്ടാക്കിയതേ
രാവിലെ ഓറഞ്ച് എടുത്തപ്പം അപ്പോഴും ഓർത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേറൊരു പായ്ക്ക് ഇടാനായിരുന്നു തീരുമാനിച്ചത്. ഇവനെ രാവിലെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ബാക്കി നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് വരുമ്പോൾ ക്ഷീണം വരും. അപ്പോഴും കഴിച്ചോളാം കേട്ടോ. ഇതാ നമ്മൾ മിക്സ് ഇവിടെ തയ്യാറായി. കുരു ഒന്ന് കുപ്പിക്കിട്ട് വരട്ടെ. ഞാനിനി ഇരുന്ന് നിങ്ങളെ അവിടോട്ട് തുപ്പണം. നിങ്ങൾ പറയും നിങ്ങളെ തുപ്പിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയി തുപ്പിയത് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ ഈ പായ്ക്കൊക്കെ സെറ്റായി. ഇനി നമുക്ക് തൂത്ത് കൊടുക്കാം, പുരട്ടി കൊടുക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഇത് അടിപൊളി കിടുക്കാച്ചി ഒരു സംഭവമാണേ. എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ. മുഖമൊക്കെ കഴിയിട്ട് സുഖം വന്നിരിക്കുന്നത്. മേക്കപ്പ് ഒന്നും ഇല്ലാതെ. മേക്കപ്പ് ഉള്ളവരെല്ലാം അഴിച്ചു മാറ്റിക്കും കേട്ടോ. ഞാനിവിടെ മുഖം കഴിയിട്ട് വന്നേ കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഒന്ന് നമ്മൾ തേച്ച് ഒന്ന് ഇത് അങ്ങോട്ട് ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് രണ്ടാമത് തേച്ച് കൊടുക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ല കിടുക്കാച്ചി. നിങ്ങൾ നോക്കിക്കോ കേട്ടോ. എൻ്റെ ജാലവിദ്യ കാണണമെങ്കിൽ നിങ്ങളവിടെ കാത്തിരുന്നു കേട്ടോ. അപ്പോഴും ബജി ഉണ്ടാക്കാൻ മാത്രമൊന്നുമല്ല കടലമാവ് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. എനിക്ക് ഫുള്ളായിട്ടൊന്നും അറിയത്തില്ല. ബജി ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കാം, എടുക്കും. പിന്നെ എന്തോത്തിനാണ് നമ്മൾ കടലമാവ് എടുക്കുന്നത് ഓർമ്മയില്ലല്ലോ. നിങ്ങൾ പറ കേട്ടോ. എനിക്ക് 2 പ്രാവശ്യം പുരട്ടാനൊന്നുമില്ല കേട്ടോ. ഞാനത് കണക്കാക്കിയാണ് എപ്പോഴും എടുക്കുന്നത്. 1 സ്പൂണിൻ്റെ അളവ് കേട്ടോ. നിങ്ങളഥവാ ചെയ്ത് ഇച്ചിരി വെള്ളമല്ല നാരങ്ങ നീരൊക്കെ കൂടിപ്പോയെങ്കിൽ കേട്ടോ, ആ 2 പ്രാവശ്യമായിട്ടൊക്കെ നിങ്ങൾ പുരട്ടി തീർത്തോണം. നിറം വയ്ക്കാൻ കിട്ടുവാണ്. ഇവനെ കഴിഞ്ഞ് വേറെ ആരുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കേട്ടോ, അവിടെ ഇവിടെ എല്ലാം ഒന്ന് നടക്കുമോ. ആരാണ് ഒരു പൂച്ചക്കുട്ടനാണ്. അവനിങ്ങനെ പേടിപ്പിക്കാനായിട്ട് നടക്കും. ഒന്നാമതേ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കാൻ തന്നെ പേടിയാണ്. പകലാണെങ്കിൽ ഈ പൂച്ചകളും കിളികളും മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ 1 സ്പൂൺ എടുക്കത്തുള്ളൂ കേട്ടോ. നിങ്ങളും ആ ഒരു അളവിനൊക്കെ എടുക്കുക, വെറുതെ കളയാതെ കേട്ടോ. നമ്മുടെ ചേട്ടന്മാരൊക്കെ പോക്കറ്റ് കീറി വാങ്ങിച്ചുകൊണ്ട് വരുന്ന സംഭവമാണ് കേട്ടോ. അത് നമ്മൾ അത്യാവശ്യത്തിന് മാത്രമേ എടുക്കുക കേട്ടോ. ഒരു നല്ലൊരു തണുപ്പാണ് നമ്മുടെ. നമ്മുടെ പായ്ക്കെല്ലാം ഇട്ട് കഴിഞ്ഞു. എനിക്കറിയത്തില്ല, വീഡിയോയിൽ ഫുള്ളിങ്ങനെ കിടന്നിത് കേട്ടോ. എത്ര നേരം കൊണ്ട് ഞാൻ എടുത്ത് കളയുവാണെന്നറിയാമോ. അപ്പോഴാ സമയം കൊണ്ട് നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി മാറ്റാം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മറന്നുപോയല്ലോ ദൈവം ഈശ്വര, എന്തുമായിരുന്നു, ജാലവിദ്യ നമുക്ക് കാണാം കേട്ടോ. അപ്പോഴേ നമുക്ക് 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ നന്നായിട്ട് ഉണങ്ങി കേട്ടോ. നന്നായിട്ട് ഉണങ്ങി വന്നു. നമുക്ക് കഴുകി മാറ്റാം കേട്ടോ. കഴുകിയിട്ട് വരാം ഞാൻ കേട്ടോ. അപ്പോഴേ കഴുകിക്കൊണ്ട് വന്നു ഞാൻ. നമ്മുടെ സരസ് കാണണ്ടെന്ന് വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടത് കേട്ടോ. എൻ്റെ ഈ കോലം കണ്ടപ്പോൾ സരസ് പേടിച്ചാലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കഴുകിക്കൊണ്ട് വന്നു. നല്ല മാറ്റമുണ്ട് കേട്ടോ. കിടുക്കാച്ചി നമുക്ക് നല്ല കളറ് കിട്ടും കേട്ടോ മുഖത്ത്. നല്ല കിടുക്കാച്ചി ഒരു ടിപ്പാണ് കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്തെന്താ നല്ല തണുപ്പുണ്ട്. ഓറഞ്ച് നീരിൻ്റെയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പൊളിയാണെന്ന് വെച്ചാൽ പൊളിയാണ്. അപ്പോഴേ ഇനി ഓറഞ്ച് നീരൊക്കെ എടുത്ത് ഇതൊക്കെ മിക്സ് ചെയ്ത് എല്ലാവരും പുരട്ടുമോ. ഞാൻ ഷാളൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. ഷാൾ നനച്ചു മുഖം കാര്യമായിട്ട് ഷാൾ അത്രയ്ക്ക് ആവിയും ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷാളാട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. മുഖം ഇങ്ങനെ കഴുകിയിട്ട് തുടയ്ക്കാൻ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ ഈ ഒരു കിടുക്കാച്ചി ഒരു ജാലവിദ്യ കേട്ടോ. അപ്പോൾ
മൂന്ന് ഐറ്റം മാത്രം മതിയല്ലോ, നല്ല കിടു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ കയ്യിലെ കിളിക്കൊക്കെ ഇന്നത്തെ പായ്ക്കൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ട്, അണ്ണാൻ കുഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. പിന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും കേട്ടോ, കമൻ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം എഴുതി അറിയിക്കണം കേട്ടോ, അല്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ സുപ്പുനെ. അപ്പോഴേ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ പിന്നെ കാണണം കേട്ടോ.